സിൽക്ക് ഗാർഡനിൽ തുണിത്തരങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഓണം പ്രമാണിച്ച് വസ്ത്രങ്ങൾ പകുതി വിലയ്ക്ക് ലഭിക്കുന്നു. വസ്ത്രവ്യാപാര രംഗത്തെ 27 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സിൽക്ക് ഗാർഡനിൽ മറ്റെങ്ങും ലഭിക്കാത്ത തരത്തിലുള്ള ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സിൽക്ക് ഗാർഡനിൽ എപ്പോഴും തിരക്കാണല്ലോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ജനം പറയും. ഗുണമേന്മയും വിലക്കുറവുമുള്ള വസ്ത്രങ്ങൾ ലഭിക്കണമെങ്കിൽ സിൽക്ക് ഗാർഡനിൽ തന്നെ വരണം. നൃത്തരംഗത്ത് തൻ്റെതായ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ നർത്തകിയാണ് മേതിൽ ദേവിക. സിനിമകളിൽ നിന്നും നിരവധി അവസരങ്ങൾ വന്നിട്ടും നൃത്തത്തിലേക്കാണ് മേതിൽ ദേവിക ശ്രദ്ധ നൽകിയത്. നടനും MLAയുമായി മുകേഷുമായുള്ള മേതിൽ ദേവികയുടെ വിവാഹം ഏറെ ചർച്ചയായി. ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. വിവാഹ ജീവിതം മുന്നോട്ടു പോകവേ രണ്ടുപേർക്കുമിടയിൽ അസ്വാരസ്യമുണ്ടാവുകയും 2021 വേർപിരിയുകയും ചെയ്തു. ഇപ്പോഴിതാ മുകേഷിനെ കുറിച്ച് സംസാരിക്കുകയാണ് മേതിൽ ദേവിക. മുകേഷുമായി തനിക്കിപ്പോഴും സൗഹൃദമുണ്ടെന്ന് മേതിൽ ദേവിക പറയുന്നു. ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും ഞാൻ പൂർണ്ണമായും ഇറങ്ങി. നിയമപരമായുള്ളത് വേറെ കാര്യം. ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ഒരു വ്യക്തിയെ അവരായി കാണുക എളുപ്പമാണ്. ഭാര്യയായിരിക്കുമ്പോൾ അവരിൽ കാണാതെ പോയ മൂല്യങ്ങൾ കാണാമെന്നും എന്താണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. കേസ് നടക്കുന്നുണ്ട്. അതേസമയം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹവുമായി സൗഹൃദത്തിലാണ്. ശത്രുതയില്ല. എൻ്റെ കളരി മുകളിലാണ്. അദ്ദേഹം ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കുന്നു. ഞങ്ങൾ രണ്ടിടത്താണ് കഴിയുന്നത്. വേർപിരിഞ്ഞ ശേഷമുള്ള ഈ സാഹചര്യം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി. മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗിക ആരോപണത്തെക്കുറിച്ചും മേതിൽ ദേവിക സംസാരിച്ചു. ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയുടെ സത്യാവസ്ഥ തനിക്കറിയാമെന്ന് മേതിൽ ദേവിക പറയുന്നു. എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വന്ന ആരോപണത്തിൻ്റെ സത്യം എനിക്കറിയാം. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ആരോപണത്തിൻ്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി. ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം. ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ ആരോപിക്കുന്ന ആൾക്ക് കൊടുക്കണം. അത് സ്ത്രീയായാലും പുരുഷനായാലും. ചുമ്മാ പറയുന്നത് അപകടകരമാണെന്നും മേതിൽ ദേവിക പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.